ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള മൊരിഞ്ഞ പരിപ്പുവട കേട്ടോ. പരിപ്പുവട ഉണ്ടാക്കാം നമുക്ക്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതായിരിക്കും നന്നായി പരിപ്പ് നന്നായി വേവാനും അതുപോലെ നല്ല ക്രിസ്പിനെസ് വരാനും 3 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്ത് വെക്കണം. കുതിർന്ന് വരും, പക്ഷേ എന്നാലും ഇത്രയും സമയം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവും നമുക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ മിക്സിങ്ങിന് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയല്ല ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് അങ്ങനെ എടുത്തിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ക്രഷ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇത് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് മിക്സും കൂടി ഒരുമിച്ച് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി വേണം, അതുപോലെ കായത്തിൻ്റെ പൊടി വേണം. കുരുമുളക് പൊടി ചെറിയൊരു കുറച്ച് അളവിൽ ചേർത്താൽ മതി. അതൊരു പ്രത്യേക ടേസ്റ്റാണ് പരിപ്പുവടയ്ക്ക്. കടലപ്പരിപ്പ് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം നമുക്ക് പരിപ്പ് അരച്ചെടുക്കാൻ. അത് നന്നായി ഫൈനായിട്ട് അരഞ്ഞു പോരുത്, ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. കൂടുതലിട്ട് അരയ്ക്കരുത്, കുറേശ്ശെ അളവിട്ടിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ ഉള്ള ഭാഗം അരയാണ്ട് കിടക്കും, താഴെയുള്ളത് നന്നായി ഫൈനായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ അരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഈ അളവിൽ ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് അരച്ചെടുക്കാം. ഇതിലേക്കുള്ള കൂട്ട് അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറു ജാറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് വറ്റൽമുളക് ആദ്യം നമ്മൾ പൊടിച്ചെടുക്കണം. എന്നിട്ട് മറ്റുള്ള മിക്സൊക്കെ അരച്ചെടുക്കാൻ പാടുള്ളൂ. അരച്ചെടുക്കല്ല, ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. നന്നായി ഫൈനായിട്ട് അരയ്ക്കരുത്, ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനേ മുളകൊക്കെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങളുടെ കയ്യിൽ ക്രഷ് ചെയ്ത മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ബാക്കിയെല്ലാതും മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതും ഇതിലിട്ടിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ചതച്ചെടുക്കാനേ പാടുള്ളൂ, കൂടുതലായിട്ട് അരയരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എല്ലാ സാധനങ്ങളും ഇടുമ്പോൾ, അതായത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. വേപ്പില അതിൻ്റെ കൂടി ഇടണം. അപ്പോൾ നമ്മുടെ പരിപ്പിലേക്ക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടോ, വേപ്പില വരെ ചതച്ച് ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി അധികം ഇടരുത്, അപ്പോൾ കനയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിട്ടുള്ള കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട ശേഷം ഇത് നന്നായി കൈ വെച്ച് നന്നായി കൂട്ടി തിരുമ്മി വയ്ക്കണം കേട്ടോ. കണ്ടോ, ഇനി നമ്മുടെ കൂട്ടൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായി എടുത്തിട്ട് നന്നായി പരത്തിയിട്ട് എണ്ണയിൽ വറുത്ത് കോരേണ്ട ആവശ്യമുള്ളൂ. അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ ഉരുളകളായി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ എണ്ണ വെച്ചിട്ട് കനം കുറച്ച് വേണം പരത്താൻ. നന്നായി കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. ഇത്ര കനം പാടുള്ളൂ. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ. എന്നാലും നന്നായി മുരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ആദ്യം ഇട്ടില്ലേ, അത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കിയേ, ആ ചുവന്ന മുളകിൻ്റെ ഇതും കാണാൻ നല്ല രസമാണേ. പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാതും അതുപോലെ തന്നെ ശരിയാക്കി എടുക്കാം കേട്ടോ. നല്ല മൊരിഞ്ഞ അടിപൊളി പരിപ്പുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുതേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകളൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.